നിലവിൽ എന്തൊക്കെയാണ് ഒരു പുതിയ പുരോഗതിയായിട്ട് ഇവിടുന്ന് പറയാനുള്ളത്? സാറേ, ഇന്ത്യൻ ആർമി ടീം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് NDRFലെ CEO ആയിട്ടും ഇന്ത്യൻ ആർമിയുടെ ഓഫീസറായിട്ടും ചേർന്നുകൊണ്ട് ജോയിൻറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. നമ്മൾ ഡീപ്പ് ആൻഡ് ക്ലീൻ സെർച്ച് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ മഡ് മാത്രമല്ല, എൻ്റെ അകത്ത് നമ്മൾ നിന്നുകൊണ്ട് ചെയ്തായിരുന്നു. ഹെവി ബോൾഡേഴ്സ്, ഇവിടെ ബിഗ് സ്റ്റോൺസാണ് കിടക്കുന്നത്. അത് വളരെ ഈ JCBക്ക് തന്നെ എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള കല്ലുകളാണ് കിടക്കുന്നത്, ഹിറ്റാച്ചിക്ക് തന്നെ. പിന്നെ ഒരു പാരലായിട്ട് ചിലപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ ഏരിയയിലും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇടതും വലതും വശത്തുള്ള മൺകൂനയാണ് അല്ലേ? ഇവിടെ തീർന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ചേർച്ച് തീർന്നില്ല. കാരണം ഈ ഹെവി ആയിട്ടുള്ള വാട്ടർ മുകളിൽ നിന്ന് കൊള്ളയടിയാണ്. അതുപോലെ വരുന്നുണ്ട് ഈ ഹിറ്റാച്ചിയുടെ ബക്കറ്റിന് മൊത്തം മഡ് വാരിയെടുക്കാൻ പറ്റുന്നില്ല. മാക്സിമം മഡ് ഇങ്ങനെ നിർത്താതെ ഇപ്പോൾ ജസ്റ്റ് അകത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ഹിറ്റാച്ചി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മിഷനറീസ് ഇപ്പോൾ അല്പം കുറവാണ്. നമ്മൾ കുറച്ചും കൂടെ കുറച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല. അഡ്മിനിസ്ട്രേഷൻ കുറ്റം പറയുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അത് തുടങ്ങാനുള്ള നോക്കുന്നത്. ഇപ്പം ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ജോയിന്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മണ്ണ് മാറ്റുന്നതിന് തന്നെയാണോ ആദ്യം പരിഗണന? മണ്ണ് തന്നെ. മണ്ണിന് ഇപ്പോൾ എന്താ, ഞാൻ NDRFിൻ്റെ ഓഫീസറായിട്ട് ഒരു വെഹിക്കിൾ പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് റിവറിൽ പോയായിരുന്നു. ഞങ്ങൾ ബോട്ടിൽ റിവറിൽ പോയപ്പോഴത്തേക്ക് അതൊരു വുഡാണത്. അപ്പോൾ ഈ നദിയിൽ നടക്കുന്നത് ഒരു ക്ലീൻ ആൻഡ് ഡീപ്പ് സെർച്ച് തന്നെ. നേവി ഡൈവേഴ്സ് ഇന്നുണ്ട്, സോണാർ ഉപയോഗിച്ചുള്ള എല്ലാ തെരച്ചിലും നടക്കുന്നുണ്ട്. NDRFിൻ്റെ ബോട്ട്സ് ഉണ്ട്. ഒരു ട്രേസ് ഇതുവരെ അതിനകത്ത് ട്രക്കിന് കിട്ടിയിട്ടില്ല. മെയിൻലി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു ലാൻഡ് പോർഷനിൽ തന്നെ. ലാൻഡ് പോർഷൻ എന്തുകൊണ്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൊബൈൽ 2 ദിവസം റിങ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ അവിടുന്ന് ഈ ട്രക്ക് കൊളാപ്സ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചില്ല് പൊട്ടിയിരിക്കും. ആ ചില്ല് പൊട്ടിയോടെ തന്നെ അത് വെള്ളം മട്ടും കയറി മൊബൈൽ എന്തായാലും ഒരിക്കലും വർക്കാകത്തില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ മഡിൽ ഈ വെള്ളത്തിൽ നിൽക്കത്തില്ല അത്. അപ്പം ഈ ലാൻഡ് ഏരിയ തന്നെയാണ് ഈ ലാൻഡ്, അതായത് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലാൻഡ് ഏരിയയിൽ തന്നെയാണ് ഈ ട്രക്ക് കിടക്കുന്നത്. ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് അതിൽ ഇവാക്യുവേറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ട്രക്കിന്റെ സിഗ്നൽ കിട്ടിയത് ഇന്നലെ ഈ റഡാർ ഉപയോഗിച്ച് കിട്ടിയത് ഇവിടെ ആയിരുന്നല്ലോ. അവിടുന്ന് കുറച്ച് മാറുണ്ട്. പിന്നെ ഹെവി ആയിട്ട് ബോൾഡർ നോക്കുന്ന നല്ല ഹെവി ഹിറ്റാച്ചി പൊക്കാൻ പറ്റാത്ത പാറ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മൂവ് ചെയ്യാന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലെ സാറ് വന്ന് അവരെ ഗ്രൂപ്പായിട്ട് അവർ 60 മെമ്പേഴ്സ് ഉണ്ട്. സാറിനെ പരിചയപ്പെട്ടു. സാറിന് ഹെഡ് ഉത്തരാഖണ്ഡുകാരൻ തന്നെയാണ്. സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് അവിടെ ചേർന്നും NDRF ഓഫീസാണ് ചേർന്ന് നമ്മൾ ജോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്നത്. രാത്രിയിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കൊളാപ്സ് വന്നാൽ പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. രാത്രിയിൽ ചിലപ്പോൾ നൈറ്റ് സെർച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സെർച്ച് നിന്ന് പോകും. അതുകൊണ്ട് മാക്സിമം നമ്മുടെ റെസ്ക്യൂവേഴ്സിൻ്റെ ഇത് നോക്കണമല്ലോ. മാക്സിമം നമ്മൾ ആ ഡേഞ്ചർ സോണിൽ നിന്നാണ് ഞാൻ ഹിറ്റാച്ചി കൊടുത്തത്. ഇദ്ദേഹം എല്ലാം ഉണ്ടായിരുന്നു. ആ ഡേഞ്ചർ സോണിൽ നിന്നുകൊണ്ടാണ്, അപ്പുറത്ത് കയറി നിന്നുകൊണ്ടാണ് ഹിറ്റാച്ചി. അവിടെ ഡേഞ്ചർ സോണാണ്. അവിടെ വളരെയധികം പോകുന്നു, ഇത്രയും അധികം പോകുന്നു. പിന്നെ മോളിൽ നിന്ന് ചെറിയ സൈഡിങ് വരുന്നുണ്ട്. ശുഭപ്രതീക്ഷയിലാണല്ലേ സൈന്യത്തിൽ നമ്മുടെ ജോയിന്റ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാർ ഞങ്ങൾ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ജോയിന്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. നമ്മളൊരു എനിക്ക് അറ്റ്ലീസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ ഒരു പവർഫുൾ റഡാർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പവർഫുൾ റഡാറാണ് കുറച്ചും കിട്ടിയത്. കാരണം ഒരു ഹൈ പെനിട്രേറ്റിംഗ് റഡാർ വേണം. GPR ഈ വെറ്റ് ക്ലൈമറ്റിൽ തന്നെ പിടിക്കുന്ന അത്ര നല്ല റഡാർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മെറ്റൽ ബോഡി കുറച്ചും കൂടെ അധികം 100% ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരു CM വന്നിട്ട് CM മന്ത്രിമാരൊക്കെ വന്നല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന NDRF ചെയ്യുന്ന ആ ഒരു സെർച്ചാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. വേറെ നിലവിൽ വേറെ ഒരു സെർച്ച് CM മന്ത്രിമാരൊക്കെ വന്നല്ലോ. അവരെന്താ ഇവിടുത്തെ സ്ഥിതിഗതി വിലയിരുത്തിയത്? അപ്പുറം ആ സ്ലൈഡിംഗ് പൊസിഷനിൽ നിൽക്കുമായിരുന്നു. അവിടെ ആ സമയത്ത് നമ്മൾ ഒരു മണിക്കൂർ വർക്ക് സ്റ്റോപ്പായി. അപ്പം നമ്മൾ പിന്നീട് ഹെവി മഴ അടുത്തപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയതാണ്. റെസ്ക്യൂ ഓപ്പറേഷൻ സംബന്ധിച്ച് അവരെ വിലയിരുത്തൽ എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞില്ല, ഒരു വേറെ അതിൻ്റെ അകത്ത് ഒന്നും പറയുന്നില്ല. ഞാൻ ഫാസ്റ്റ് എന്താ പറയുന്നത്, ഈ ട്രക്ക് എത്ര പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം പോസിബിലിറ്റി എല്ലാം ഉള്ളത് ഈ ഒരു ലാൻഡ് ഏരിയ തന്നെ കിടപ്പുണ്ട്. വെള്ളത്തിൽ പോകാതെ ഒരു ലാൻഡ് ഏരിയ തന്നെ കരഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ട്രക്കൊന്ന് സ്പോട്ട് ഔട്ട് ചെയ്താൽ നമുക്ക് അർജുന് അതിൽ നിന്ന് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. മണ്ണിൽ ഈ കിടക്കുന്ന മണ്ണിനടിയിൽ ഉള്ളിലാണെന്ന് വെച്ചാൽ ഹെവി ഞാൻ പറഞ്ഞല്ലേ, വലിയ കല്ലുകളാണ്. വലിയ ഹിറ്റാച്ചിക്കുൽ അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള കല്ലുകൾ അതിനകത്തുണ്ട്. റോഡ് ബോട്ടം ലെവൽ വരെ ഹിറ്റാച്ചിയുടെ കൈ കൊണ്ട് നമ്മളവിടെ നിന്ന് നിർദ്ദേശം കൊടുത്ത് അവിടെ തപ്പി എടുക്കുന്നുണ്ട്. എന്തായാലും മെറ്റൽ സാധ്യത ഉണ്ടെങ്കിൽ ഹിറ്റാച്ചി അടുത്ത് ആ സ്പേസിലേക്ക് ഇറങ്ങി തന്നെ അത് മെറ്റലാണ്, റോക്കാണെന്ന് ഞങ്ങൾ ഓരോ ബക്കറ്റ് കോരുമ്പോഴത്തോളം വളരെയധികം ഈഗറായിട്ട് നിൽക്കുന്നത്. ഒരു കഴിക്കാതെ വെള്ളം കുടിക്കാതെ അതിൻ്റെ കൂടെ തന്നെ രാവിലെ തൊട്ട് ഇതുവരെ നിൽക്കുകയാണ്. നിരപ്പിൽ തന്നെ മണ്ണ് അങ്ങനെ അതാണ് ഞാൻ ടാലട്ട റോഡിൽ ആ നിരപ്പിൽ തന്നെ മാക്സിമം ബോട്ടം ലെവലിൽ തന്നെ ഒരു ഡീപ്പ് ആൻഡ് ക്ലീൻ സെർച്ച് ഉദ്ദേശിച്ചത് അതാണ്. വെറുതെ മോളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല. എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അടിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു വെഹിക്കിൾ പാർട്സ് കിട്ടിയാൽ മതി. നമ്മളവിടെ ബാക്കി നമ്മൾ അത് കവർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്.
റോഡ് നിരപ്പ് ഈ കിടക്കുന്ന ഡെബ്രിസ് എല്ലാം തന്നെ മൂവ് ചെയ്യണം. ആ ഹെവി ബോൾഡേഴ്സ് എല്ലാം മൂവ് ചെയ്യണം. കാരണം അത്രയും വലിയ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എന്തൊരു ഊഹാപ്പോം കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആർമി വന്നു, നമ്മളത് ജോയിൻ്റ് ആയിട്ട് തീരുമാനം. ഇപ്പോൾ സാറായിട്ട് കുറേ സംസാരിച്ചു. ഇപ്പോൾ നമ്മളെല്ലാം ഐഡിയ സാറ് എല്ലാം കാര്യം ചോദിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ചാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. NDRF ഓഫീസാണ് പുള്ളി നല്ല ആദ്യം സാറ് വളരെ സപ്പോർട്ടീവായിട്ടുണ്ട്. മന്ത്രി പുഴയിൽ അകപ്പെട്ട പോലെ സാധ്യത പറഞ്ഞു. അതിനെങ്ങനെയാണ് ഈ പുഴയിലുണ്ടെങ്കിൽ ഈ മൊബൈലിൽ ഒരിക്കലും വർക്കാവത്തില്ല. ഒരിക്കലും 2 ദിവസം റിങ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്ഥിരീകരിച്ച കാര്യമാണ്. ഒരിക്കലും അത് റിങ്ങാൻ വഴിയത്തില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നേവി സോണാർ ഉപയോഗിച്ച് കാര്യങ്ങൾ സെർച്ച് നടക്കുന്നുണ്ട്. ഇന്ത്യൻ നേവി സോണാർ ഉപയോഗിച്ച് സെർച്ച് നടക്കുന്നുണ്ട്. ഈ സെർച്ച് മാത്രം NDRFിൻ്റെ ബോട്ട്സും ഡെയിലി ഇന്നും ഞങ്ങൾ ഇതിനിടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് ആ പുഴയിൽ പോയി അതും ബോട്ട് വെച്ച് സെർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം 2 തരത്തിലുള്ള സെർച്ച് ആയിരിക്കും. 2 അല്ല, പുഴയിൽ സെർച്ച് നേവി നടത്തുന്നുണ്ട്. സാറേ, എന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, പരമാവധി അളവിൽ മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും ലോറി ഇതിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണോ പറയുന്നത്? സാധ്യത എങ്ങനെയാണ്? സിഗ്നൽ കൂടുതലാണ്. കാരണം ഈ മണ്ണ് മാറ്റിയപ്പോഴത്തെ കൂടുതൽ ഹെവി ആയിട്ടല്ല ബോൾഡർ. അത്ര വലിയ ലോറി വെച്ച വലിയൊരു ട്രക്കാണല്ലോ. വലിയ ട്രക്ക് തന്നെയാണ്. പക്ഷെ ആ ട്രക്ക് ഇതിന്റെ ഈ ഇടിച്ചിലിന് മുന്നേ ട്രക്ക് ഒന്നുമല്ല. കാണുമ്പോൾ നിങ്ങൾ കേട്ട് കാണുമല്ലേ? അതിന്റെ മുന്നേ ട്രക്ക് ഒന്നുമല്ല. കാരണം അത്ര വലിയ ബോൾഡർ വീണുണ്ടെങ്കിൽ ട്രക്ക് അത് എന്താ ഫുൾ കൊളാപ്സ് ചെയ്ത് ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. ഫുള്ളി ലോഡ് അങ്ങനെ വുഡിന്റെ പാർട്സ് അങ്ങനെ എന്തെങ്കിലും ഇല്ല. രാവിലെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഈ ചീഞ്ഞ തടിയുടെ ഒരു നാറ്റം പോലെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അക്കേഷ്യ ലോഡ് അതിൻ്റെ ഒരു DK സ്മെല്ലാണ് നോക്കിയത്. പക്ഷെ ആ ഒരു പാർട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഇത് ചിത്രം പൂർണ്ണമാണെങ്കിൽ ഈ ഇവിടുന്നുള്ള ഡെബ്രിസ് നീക്കിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഹൈ പവറുള്ള ഡിറ്റക്ടർ വെച്ച് കറക്റ്റ് വണ്ടി സ്പോട്ട് GPR വെച്ചിട്ട് ഈ വെറ്റ് അറ്റ്മോസ്ഫിയറിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഈ ഒരു വെറ്റ് സോയിൽ വെച്ച് വാഹനത്തിലോട്ട് പോകുന്നില്ല. വളരെയധികം നിലവിൽ ഈ വണ്ടി റോഡിൽ തന്നെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയില്ല. ഉണ്ടെന്നത് സംശയിക്കുന്നു എന്നാണ്. ലാൻഡിലെ പോസിബിലിറ്റീസ് എല്ലാം ലാൻഡിലാണ് കിടക്കുന്നത്. ഒന്നാമത് മൊബൈലിന്റെ ആ ഒരു 2 ദിവസം റിങ്ങിന്റെ ഇത് കാര്യങ്ങളെല്ലാം വെച്ച് ലാൻഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരിക്കലും വെള്ളത്തിൽ പോയിരുന്ന ഈ മൊബൈലൊന്നും അത്രയധികം ഒരു മണിക്കൂറോളം കിടക്കത്ത്. അതിന് മുമ്പ് തന്നെ മൊബൈൽ അങ്ങനെ ഒരു സാധ്യത കൂടെ അവർ പരിശോധിക്കുന്നുണ്ട് അല്ലേ? സാധ്യതയല്ല. നേവി ഡൈവേഴ്സ് ഉണ്ട്, നേവി ബോട്ട്സ് ഉണ്ട്, NDRFിന് ഡൈവേഴ്സ് ഉണ്ട്. അവർ ചെയ്യുന്ന റിവർ അവർ ഡെയിലി ചെക്ക് ചെയ്യാണ്. ഡെയിലി ഇടയ്ക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് അവർ ചെക്ക് ചെയ്യാണ്. അവർ ഇത് ഞങ്ങൾ ചെയ്യുന്നത് ലാൻഡാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആർമി വന്നെങ്കിൽ അവർ ലാൻഡാണ് എടുക്കുന്നത്. ലാൻഡ് ഞങ്ങളിപ്പോൾ NDRF സംഘമായിട്ട് ലാൻഡ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ലാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പാർക്ക് ചെയ്യുന്ന ആ ഏരിയയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹൈറ്റിൽ മണ്ണുണ്ട്, അത് ഇത്ര പെട്ടെന്ന് നീക്കുന്നത് പ്രായോഗികമാണോ? അല്ല, നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ഫ്രണ്ട് നീക്കിക്കുമ്പോൾ നമ്മൾ അകത്തൊരു ഹിറ്റാച്ചി ഇട്ടിട്ട് ആ ഒരു സ്പോട്ട് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുക. അല്ല, അകത്ത് നമ്മൾ സ്കാറ്റർ ചെയ്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വെഹിക്കിളിൻ്റെ എന്തെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ മാത്രം സർക്കിൾ ചെയ്ത് നമുക്ക് തപ്പിയാൽ മതിയല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഇന്നലെ ഈ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ഇപ്പോൾ പകുതിയോളം തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അവർ അടിത്തട്ടിലെ മണ്ണ് എടുക്കുന്നുണ്ട്. അടുത്തട്ടിലെ മണ്ണ് ഇപ്പം ഫ്രണ്ട് പോർഷനിലാണ് നീങ്ങി കാണുന്നത്. അടുത്തട്ടിൽ അവിടെ നമ്മൾ അകത്തുനിന്ന് ഹിറ്റാച്ചി കയറ്റിയിട്ട് ജസ്റ്റ് മാറ്റിയാണ് നോക്കുന്നത്. ജസ്റ്റ് മാറ്റി കോരി നോക്കുകയാണ്. അതാണ് ചോദിക്കുന്നത്. ട്രക്ക് വലിയൊരു വാഹനമാണല്ലോ. അതിൽ എന്തെങ്കിലും ഒരു ഭാഗമെങ്കിലും കാണേണ്ടതല്ലേ? റോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് കിടക്കുന്ന റോക്ക് എന്ന ഒരു ക്യാബിനെ വരെ ഫുള്ള് തകർക്കാൻ പറ്റും. അതിനേക്കാളും ഈ 2 ഡബിൾ ക്യാബിനെ പോലും തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോക്സ് അപ്പോൾ സെഡിമെന്റ് അവിടെ കിടക്കുന്നത്. അത്ര വലിയ റോക്സാണ് കിടക്കുന്നത്. ഹ്യൂജ് സ്ട്രക്ചർ റോക്സാണ് കിടക്കുന്നത്. ഇത്രയും വലിയ നമ്മൾ സെഡിമെന്റ് മാറ്റിയപ്പോഴാണ് അത്ര ഹ്യൂജ് സ്ട്രക്ചർ റോക്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ. ആ ഹ്യൂജ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞ ഹിറ്റാച്ചിട്ട് അതിന്റെ ഹെവി ഒരു ഹിറ്റാച്ചി വെച്ചിട്ട് അനക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇന്നലെ കണ്ടെത്തിയ സിഗ്നൽ എത്രത്തോളം ഈ ലോറിയുടെ ഒരു കണ്ടന്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ്? അത് GPR ചെയ്യുന്നെങ്കിൽ അവിടെ കുറെ അധികം പോയിന്റ് കാണിച്ച് ആ സർക്കിളിൽ തന്നെ കുറെ GPR റഡാറിന്റെ കുറെ പോയിന്റ്സ് കാണിച്ചു. ഒന്നെങ്കിൽ അത് GPR ചെയ്ത ആൾക്കാരും ഉണ്ടത് മെറ്റൽ, അല്ലെങ്കിൽ വലിയ ഹെവി സ്റ്റോൺ ആണെങ്കിൽ ഇത് കാണിക്കുകയുള്ളൂ. നമ്മൾ ഈ സർക്കിളിൽ വന്നപ്പോഴത്തേക്ക് GPR ആണെങ്കിൽ അത് മെറ്റൽ ആണെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്രയും ഗ്രൂപ്പ് ചെയ്ത് വന്നുകൊണ്ട് അവിടെ സെർച്ച് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ പോസിബിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അവിടെ സെർച്ച് ചെയ്യാണ്. ഇപ്പോഴും സെർച്ച് കണ്ടിന്യൂ ആണ്. ഈ ഏറ്റവും പ്രശ്നം വെച്ചാൽ പ്രതികൂല കാലാവസ്ഥയാണ്. സൈന്യം അടുത്ത് എന്തായിരിക്കും ചെയ്യുക? അടുത്ത അവരുടെ ഒരു പ്ലാൻ എന്താണ്? സൈന്യം ഇപ്പൊ നിലവിലൊന്നും എക്യുപ്മെന്റ് കൊണ്ടുവന്നില്ലെന്ന് ഞാൻ എന്നോട് പറഞ്ഞത്. ഇപ്പം വേറെ എന്തെങ്കിലും മാൻ പവർ ഉണ്ട്, നമുക്ക് അതല്ല വേണ്ടി ഇപ്പം അവരുടെ ഈ ഹൈ വിസിബിലിറ്റി റഡാർ സിസ്റ്റം ഉണ്ട് അവർക്ക്. അത് ഞാൻ റഡാർ സാറിന് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫാസ്റ്റ് ആസ് പോസിബിൾ ബാംഗ്ലൂരിൽ നിലവിൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ആ റഡാർ ഞാനിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തിന്റെ സാധനം ഉണ്ട്. എനിക്കത് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് വിട്ട് കിട്ടി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഈ സെർച്ച് എന്റെ ഈ ലാൻഡിൽ തന്നെ കിടക്കുന്നതാണ്. ഈ ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് തീർച്ചയായും വിശ്വസിക്കുന്നത്. സൈന്യത്തിന്റെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ആരാ? ഉത്തരാഖണ്ഡ് ഒരു മേജർ സാറാണ്. അതെ സാറാണ്.
സാർ ഓൾറെഡി നമ്പർ തന്ന എല്ലാം സാറ് പറഞ്ഞു, എല്ലാം സാറ് കൂടെ കോപ്പറേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ഒരുമിച്ച് ഒരു ടീം ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. NDRF, ഇന്ത്യൻ ആർമി ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. മണ്ണിനടി തന്നെയാണ് എല്ലാ ഇതും നോക്കുമ്പോൾ എല്ലാ വശം എല്ലാ സൈഡും നോക്കുമ്പോഴത്തേക്കും മണ്ണിനടി തന്നെ ഉള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഇല്ല മൊബൈലിന്റെ റിങ്ങിങ് അത്ര ദിവസം ഒരിക്കലും വാട്ടറിലോട്ട് അത് പോയിരുന്നെങ്കിൽ, ആ വെള്ളത്തിലേക്കാണ് ലേക്കിലാണ് പോയിരുന്നെങ്കിൽ, ആ ഒരു റിവറിലൊക്കെ പോയിരുന്നെങ്കിൽ ഒരിക്കലും മൊബൈൽ അത്ര റിങ് ചെയ്യത്തില്ല. ഇപ്പൊ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് റോഡ് ലെവലിൽ മണ്ണ് നീക്കാനുണ്ട്. അപ്പൊ അവിടെ അത് എത്രയും മണിക്കൂർ കൊണ്ട് ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റും? ഈ കാണുന്നില്ല, ഈ സ്ലൈഡിങ്ങും ഈ വരുന്ന വാട്ടർ കണ്ടന്റ് വരുന്ന അകത്തുള്ള ഈ മണ്ണ് നീക്കാൻ പറ്റുന്നില്ല. മണ്ണ് നീക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ നീക്കി അത്ര എടുക്കും തോറും വീണ്ടും ചെളി അത്രത്തെ അടിഞ്ഞടിഞ്ഞ് വരികയാണ്. മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് കുറച്ച് മെഷീനറി കുറഞ്ഞ് ടിപ്പറിന്റെ വേഗത കുറഞ്ഞ് ഈ അപ്പുറം ഞങ്ങൾ ഇതിന്റെ ഈ കാണുന്നതിന് അപ്പുറം ഇത് കാണാൻ അവിടെ അങ്ങനെ മുകളിൽ നിന്നാണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവന്റെ മുകളിൽ താഴോട്ട് ഇറങ്ങിയത്. അവിടെ നിന്നാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡീപ്പ് പാർക്കിംഗ് ഏരിയ എല്ലാം കുറച്ചുകൂടെ അല്പം കൂടെ ക്ലിയർ ആക്കാനുണ്ട്. കുറേയൊക്കെ സെർച്ച് ചെയ്ത് നടന്നിട്ടുണ്ട് ആ പാർക്കിംഗ് ഏരിയ. ബാക്കി അങ്ങോട്ട് ഒരു ഉള്ളിലോട്ട് കയറി സെർച്ച് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ഏറ്റവും ശക്തമായ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ചാണ് നടക്കുന്നത്. ഏറ്റവും മാക്സിമം എഫോർട്ട് നടക്കുന്നത്. മലയാളികൾ ഒരുപാട് പേർ കൂടും, അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെച്ചാൽ മലയാളികളെ കണ്ടുകൊണ്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം കഴിക്കാതെയും ഈ മഴ നനഞ്ഞുകൊണ്ടും ഒക്കെ ഈ ഇത്രയും തണുത്തും ഇരിക്കുന്ന കാലാവസ്ഥയിൽ വളരെയധികം ഒരു ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെ ഒരു മണ്ണ് മാറ്റി നോക്കുകയല്ല ചെയ്യുന്നത്. ക്ലിയർ കട്ടായിട്ടുള്ള സെർച്ച് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ട്രക്ക് ഇപ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെവി ബോൾഡർ വീണിട്ടുണ്ട്. ഹെവി ബോൾഡേഴ്സ് ഐഡന്റിഫൈ, അതായത് ട്രക്കിനെ തകർക്കുന്ന രീതിയിലുള്ള വലിയ ബോൾഡർ അവിടെ കാണപ്പെടുന്നുണ്ട്. ആ ഒരു ഗ്ലാസ് ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള വലിയ ഹെവി ബോൾഡർ കണ്ടിട്ടുണ്ട്. അത് നീക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഹിറ്റാച്ച് നടക്കുന്നില്ല. എങ്ങനെയെങ്കിലും അത് കൊളൈഡ് ചെയ്ത് ആ റോക്ക് നീക്കണം.